ഹായ്, ഞാൻ ആൽവിൻ മാത്യു. ട്വിൻ സ്പേസ് ഡിസൈൻ സ്റ്റുഡിയോയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ടതാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്. ഇതിൽ പ്രധാനമായും യൂസ് ചെയ്തു വരുന്ന ഒരു റൂളാണ് 60-30-10 എന്ന റൂള്. ഇതിൽ 60% ഡോമിനൻ്റ് അഥവാ പ്രൈമറി കളറിനെയും 30% സെക്കൻഡറി കളറിനെയും 10% ആക്സെൻ്റ് കളറിനെയും യൂസ് ചെയ്യുന്നു. ഈ റൂൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ റൂം സ്പേസിനെ ബാലൻസ്ഡ് ആയിട്ടും കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടും നമുക്ക് മാറ്റാൻ കഴിയുന്നു. ഈ പ്രൈമറി കളറായിരിക്കണം എപ്പോഴും നമ്മുടെ റൂമിൻ്റെ മെയിൻ കളറായി ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചൂസ് ചെയ്യുന്ന കളറ് ന്യൂട്രലും സോഫ്റ്റുമായിരിക്കണം. ഉദാഹരണത്തിന് ഭിത്തിയുടെ കളർ, ഫ്ലോറിൻ്റെ കളർ, സീലിങ്ങിൻ്റെ കളർ എന്നിവയൊക്കെ നമുക്ക് പ്രൈമറി കളറിന് വേണ്ടി യൂസ് ചെയ്യാം. രണ്ടാമതായി വരുന്നതാണ് സെക്കൻഡറി കളർ. എപ്പോഴും പ്രൈമറി കളറിനെ അഥവാ ഡോമിനൻ്റ് കളറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കളറായിരിക്കണം സെക്കൻഡറി കളറായിട്ട് ചൂസ് ചെയ്യേണ്ടത്. സെക്കൻഡറി കളർ എപ്പോഴും 30% കവറേജ് വരുന്ന പോലെ വേണം യൂസ് ചെയ്യാൻ. ഉദാഹരണത്തിന് ഫർണിച്ചറുകൾ, അപ്പോസ്ട്രി, കർട്ടൻസ് എന്നിവയൊക്കെ സെക്കൻഡറി കളറിന് വേണ്ടി ചൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമതായി വരുന്നതാണ് എക്സെൻ്റ് കളർ. ഈ കളറിനെയാണ് നമ്മൾ ഹെഡ് ഓഫ് ദ കളർ എന്ന് വിശേഷിപ്പിക്കുന്നത്. എക്സെൻ്റ് കളർ എപ്പോഴും 10% കവറേജ് വേണ്ടതാണ്. ഉദാഹരണത്തിന് ആർട്ട് വർക്കുകൾ, ഡെക്കറേറ്റീവ് ഐറ്റംസ്, ഇൻഡോർ പ്ലാന്റുകൾ എന്നിവയിലൂടെയൊക്കെ നമുക്ക് ഈ കളറിനെ കൊണ്ടുവരാവുന്നതാണ്. ഈ എക്സെൻ്റ് കളർ യൂസ് ചെയ്യുന്നതിലൂടെ പ്രൈമറി കളറിനെ സെക്കൻഡറി കളറിനെ ബ്ലെൻഡ് ചെയ്യിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ഈ റൂൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ റൂം സ്പേസിനെ കൂടുതൽ അട്രാക്റ്റീവും എസ്തെറ്റിക്കലി ഫീൽ കൊണ്ടുവരാനും സാധിക്കുന്നു. ഈ റൂൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ റൂമിലെ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഓരോന്നിൻ്റെ പൊസിഷനിങ്ങും. അതുപോലെ തന്നെ നമ്മുടെ റൂം സ്പേസുകളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ യൂസ് ചെയ്യുന്ന ചില മെത്തേഡുകൾ ഇവയൊക്കെയാണ്. ഒരു റൂം സ്പേസിൻ്റെ 4 ചുമരുകൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു സ്പേസ് കുറഞ്ഞ ഒരു റൂമാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ളൊരു പെയിൻറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസിനെ കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യിക്കാൻ സഹായിക്കുന്നു. ഒരു ഭിത്തിയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ ആ ഭിത്തിക്ക് നമ്മൾ ഡാർക്കർ കളർ കൊടുക്കുകയും ബാക്കിയുള്ള ഭിത്തികൾക്കും സീലിങ്ങിനും ലൈറ്റർ ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഭിത്തിയെ കൂടുതൽ ഫോക്കസ് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭിത്തികൾക്ക് ഡാർക്കർ ഷെയ്ഡും സീലിങ്ങിന് ലൈറ്റ് ഷെയ്ഡും കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൂം ഹൈറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യിക്കുന്നു. ആ റൂം സ്പേസിനെ തന്നെ 2 ഭിത്തികൾക്ക് മാത്രം ഡാർക്കർ ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ ആ സ്പേസിനെ നാരോ ആയിട്ട് ഫീൽ ചെയ്യിക്കുന്നു. അങ്ങനെ ഈ റൂൾ യൂസ് ചെയ്യുന്നതിലൂടെയും പ്രോപ്പറായിട്ടുള്ള കളർ ചൂസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് നമ്മുടെ റൂം സ്പേസിനെ കൂടുതൽ ഭംഗിയാക്കി മാറ്റുവാൻ സാധിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്